ജനറൽ സെക്രട്ടറിയും പ്രിയപ്പെട്ട നേതാവുമായ ശ്രീ വി.ആർ. വിദ്യാസാഗർ, കേരള കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ ജോസഫ് മുള്ളമ്പുഴ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ കെ നീലകണ്ഠൻ, ശ്രീ ഹക്കീം കുന്നിൽ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ MC പ്രഭാകരൻ, പ്രിയങ്കരനായ മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും UDFന്റെ ഉദുമ നിയോജക മണ്ഡലം നേതാവുമായിട്ടുള്ള ശ്രീ മുഹമ്മദ് കുഞ്ഞി, പ്രിയപ്പെട്ട ശ്രീ രാജൻ പെരിയ, പ്രിയങ്കരനായ പ്രവാസി കോൺഗ്രസിന്റെ നേതാവ് ശ്രീ നാരായണേട്ടൻ, പ്രിയങ്കരനായ ജനാബ് ഷാ ഉൾപ്പെടെ പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റും സഹോദരനുമായ ശ്രീ സാജിദ് മൗവൽ ഉൾപ്പെടെ വേദിയിലുള്ള പ്രിയങ്കരായ നേതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ നയിക്കുന്ന പൊതുയുഗ യാത്ര ഇന്നത്തെ ആദ്യ സ്വീകരണ സമ്മേളനമായ ഉദുമയിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുകയാണ്. ഇന്നലെ ചരിത്രമുറങ്ങുന്ന കുമ്പളയുടെ മണ്ണിൽ നിന്ന് ആരംഭിച്ച് ഉജ്ജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ സംഘടനാ ചുമതലയുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്ത യാത്രയാണ് അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരുന്നത്. ഈ ജാഥയുടെ നാമധേയം തന്നെ കേരളത്തിന്റെ ചരിത്രത്തിൽ തികച്ചും വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു നാമധേയമാണ്. പുതുയുഗം കേരളത്തിന് സമ്മാനിക്കുക എന്ന അദമ്യമായ ആഗ്രഹത്തോടുകൂടിയാണ് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ഇത്തരം ഒരു ജാഥയുമായി കേരളത്തിലെ 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിന്റെ മണ്ണിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണത്തെ കേരളത്തിന്റെ മുമ്പിൽ തുറന്നു കാണിക്കാനും വർഗീയതയുടെ വിഷലിപ്തമായ അന്തരീക്ഷം മതേതരത്വത്തിന്റെ പേരുകൊണ്ട് ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർത്തപ്പെട്ട ഇന്ത്യയുടെ മണ്ണിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം തുറന്നു കാട്ടാനുമാണ് ഈ ജാഥ മുന്നോട്ട് പോകുന്നത്. ഈ രണ്ട് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്കപ്പുറം കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അത് നേരിട്ട് ഓരോ ജില്ലയിൽ നിന്നും മനസ്സിലാക്കി പ്രതിനിധികളുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ച് ഐക്യജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിന് മുൻപ് തന്നെ കേരളത്തിന്റെ പുതുമനസ്സ് വായിച്ചെടുക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം കൂടി ഈ ജാഥ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു സാമ്പത്തിക അവസ്ഥയിലാണ് ഈ കേരളം നിലനിൽക്കുന്നത്. EMS നമ്പൂതിരിപ്പാടിന്റെ സർക്കാർ മുതൽ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതുകടം 1.5 ലക്ഷം കോടി രൂപയായിരുന്നുവെങ്കിൽ അതിന്ന് 5.5 ലക്ഷം കോടിയിലേക്ക് എത്തപ്പെട്ടു എന്നുള്ള
അതിഭീകരമായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ മധ്യത്തിലാണ് ഈ കേരളം നിലനിൽക്കുന്നത്. സംസ്ഥാന സർക്കാർ പേപ്പറുകളിൽ എഴുതിക്കൊണ്ടുവന്ന വാക്കുകൾ ഒരു ബജറ്റായി അവതരിപ്പിക്കുകയും അവതരിപ്പിക്കുന്ന ബജറ്റ് നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള സാമ്പത്തിക ശേഷിയില്ലാതെ ഉഴലുകയും ചെയ്യുന്ന ഒരു ഗതികെട്ട സർക്കാരായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറിയതിന്റെ ദുരന്തം നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ ജാഥ കേരളത്തിന്റെ ഹൃദയവായ്പിലൂടെ കടന്നുപോകുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങളോട് സംവദിക്കുന്നതിന് വേണ്ടി ഒരു ജാഥ, വികസന മുന്നേറ്റ ജാഥ എന്ന പേരിൽ കേരളത്തിലൂടെ കടന്നു പോവുകയാണ്. നമ്മൾ ഈ ജാഥ ഉദ്ഘാടനം ചെയ്ത അതേ കുമ്പളയുടെ മണ്ണിൽ നിന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അവരുടെ ജാഥ ആരംഭിച്ചത്. ഇന്നലെ കുമ്പള സാക്ഷ്യം വഹിച്ച കേരളത്തിലെ മാധ്യമ ലോകം ഇന്നലെ വാഴ്ത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വികസന മുന്നേറ്റ ജാഥയുടെ എത്രയോ ഇരട്ടി ആളുകളുടെ പങ്കാളിത്തമാണ് ഇന്നലെ പുതുയുഗ യാത്രയ്ക്ക് സമാരംഭം കുറിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി നടത്തിയ ജാഥയിൽ പങ്കെടുത്തത്. ഈ 2 ജാഥകളിലും കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കത്തക്ക രീതിയിലുള്ള ജനപങ്കാളിത്തമാണ് ഇന്നലെ ഇന്നലെ കുമ്പളയിലുണ്ടായത്. ആ കുമ്പളയിൽ വെച്ച് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സംസാരിച്ചത്. ഈ ജാഥയുടെ പ്രിയങ്കരനായ നായകൻ ശ്രീ VD സതീശൻ വളരെ ആധികാരികമായി കേരളത്തിലെ ജനതയോട് സംസാരിച്ചത് ആശാവഹമായിട്ടുള്ള കാര്യങ്ങളാണ്. വെറും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ മുടക്കി രാഷ്ട്രീയത്തിന്റെ പേരിൽ പരസ്പരം കൊമ്പ് കോർക്കുന്നതിന് പകരം പുതിയ കേരളത്തെ സ്വപ്നം കണ്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വിശാല വീക്ഷണ പദ്ധതികൾ ഇന്നലത്തെ ജാഥയുടെ ഔപചാരികമായ ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് സംസാരിച്ചത് പുളകിതമായ മനസ്സോടുകൂടിയിട്ടാണ് കേരള ജനത സ്വീകരിച്ചത്. ഈ നാട് അനുഭവിക്കുന്ന ഓരോ വിഷയങ്ങൾ, ആ വിഷയങ്ങളെ കുറിച്ചെല്ലാം വളരെ ആധികാരികമായ അപഗ്രഥനം നടത്തുകയും അതിനെല്ലാം പരിഹാരം കണ്ടെത്താനുള്ള മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്ന അഭൂതപൂർവമായിട്ടുള്ള ഒരു സ്നേഹ കാഴ്ചയ്ക്കാണ് ഇന്നലെ ഈ ജാഥയുടെ തുടക്കത്തിൽ അതിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ശ്രീ VD സതീശൻ പ്രഖ്യാപിച്ചത്. ഏറ്റവും പ്രധാനമായി കേരളം അനുഭവിക്കുന്ന വിഷയങ്ങൾ, അതിൽ ഒന്നാമത്തത് സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. ആ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും, എങ്ങനെയാണ് കടമെടുപ്പിലൂടെ മാത്രം ഒരു പണസമ്പാദന രീതി കൈക്കൊള്ളുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി മറ്റു മാർഗങ്ങൾ തേടുക എന്നുള്ളതിനെക്കുറിച്ച് ആധികാരികമായ പഠനം നടത്തി ആ പഠനത്തിന്റെ വെളിച്ചത്തിൽ അത് അവതരിപ്പിക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. ആ സാമ്പത്തിക വിസ്മയ വിസ്ഫോടനം വരും കാലങ്ങളിൽ കേരളത്തിൽ ഉണ്ടാകും എന്ന് പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം തന്നെ കേരളത്തിലെ 20 പോർട്ട്ഫോളിയോകൾ, നമ്മുടെ നിരവധിയായിട്ടുള്ള വകുപ്പുകൾ, ആ വകുപ്പുകൾ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടണം എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഈ നാട്ടിലെ യുവജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും ഈ നാട് വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. പഠനാർത്ഥം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ അവരുടെ പഠനം പൂർത്തിയാക്കുകയും അതിനുശേഷം ഇത്തരം വിദേശ രാജ്യങ്ങളിൽ തുടരുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരു വൃദ്ധസദനമായി ഈ കേരളത്തിന്റെ മണ്ണ് മാറുന്നതിന്റെ അപകടകരമായിട്ടുള്ള ഉൾക്കാഴ്ച അത് വളരെ കൃത്യതയോടുകൂടി കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ്, ഒരു പ്രതിപക്ഷ പ്രസ്ഥാനത്തെയാണ് ഈ ജാഥയിലൂടെ കേരളം കാണാൻ വേണ്ടി പോകുന്നത്. കൃത്യം 10 മണിക്ക് തന്നെ ആദ്യത്തെ സ്വീകരണ യോഗത്തിൽ ശ്രീ VD സതീശനും
ഇതിന്റെ ഉപനായകന്മാർ ഉൾപ്പെടെയുള്ളവരും എത്തിച്ചേരേണ്ടതായിരുന്നു. പക്ഷേ കാസർഗോഡ് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ വെച്ച് ഈ നാടിന്റെ വിവിധ പ്രതിനിധികളുമായിട്ടുള്ള സംവാദം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സംവാദത്തിൽ പങ്കെടുക്കുന്നവരാരാണ്? കാസർഗോഡ് ജില്ലയുടെ ആരോഗ്യ പരിപാലന രംഗത്ത് അപകടകരമായിട്ടുള്ള സ്ഥിതിവിശേഷം നിലനിൽക്കുകയാണ്. കോവിഡിന്റെ കാലഘട്ടത്തിൽ കർണാടകത്തിന്റെ അതിർത്തി അടക്കപ്പെട്ടപ്പോൾ ചികിത്സ കിട്ടാതെ മരിച്ചവരുടെ എണ്ണം അന്ന് 12 ആയിരുന്നു. ആ 12 പേർ മരണപ്പെട്ടു എന്ന് മാത്രമല്ല, ഒരു ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചാൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള അപകടകരമായ ഒരു ആരോഗ്യ പ്രശ്നം സംഭവിച്ചാൽ അവർക്ക് ചികിത്സ നൽകാൻ കഴിയുന്ന ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഈ കാസർഗോഡിന്റെ മണ്ണിലില്ലാത്തതിന്റെ വേദന എത്രയോ കാലങ്ങളായി നമ്മൾ അനുഭവിക്കുകയാണ്. ഒന്നുകിൽ നമ്മളെല്ലാവരും മംഗലാപുരത്തേക്ക് പാഞ്ഞു പോകണം, അതല്ലെങ്കിൽ മിനിമം പെരിയാരം സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടായി. ഇവിടേക്കൊക്കെ ആളുകൾ പാഞ്ഞു പോകുമ്പോഴേക്കും അവരുടെ ജീവൻ അപകടപ്പെടുന്ന ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം നമ്മൾ കാണുകയാണ്. എത്രയോ ആളുകളുടെ ജീവൻ ഈ രീതിയിൽ ഈ കാസർഗോഡിന്റെ മണ്ണിൽ പൊലിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം തന്നെ കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനം, കാസർഗോഡ് ജില്ലയിലെ ഐക്യജനാധിപത്യ മുന്നണി പ്രസ്ഥാനം ആവശ്യപ്പെടുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അത് ഈ കേരളത്തിൽ അനുവദിക്കപ്പെടുന്നുവെങ്കിൽ ആ അനുവദിക്കപ്പെടാൻ എല്ലാ അർത്ഥത്തിലും യോഗ്യതയുള്ള, എല്ലാ അർത്ഥത്തിലും അനിവാര്യതയുള്ള ജില്ല ഈ കാസർഗോഡാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ആ സമരത്തോടൊപ്പം, ആ മുന്നേറ്റത്തോടൊപ്പം എല്ലാ കാലഘട്ടത്തിലും കാസർഗോഡ് ജില്ലയിലെ ഐക്യജനാധിപത്യ മുന്നണി പ്രസ്ഥാനം നിലയുറപ്പിച്ചു. പക്ഷേ എന്താണ് കാസർഗോഡ് ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിപ്രായം? എന്താണ് കാസർഗോഡ് ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികളുടെ അഭിപ്രായം? ഒരു ദിവസം പോലും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഈ കാസർഗോഡ് ജില്ലയിൽ അനുവദിക്കണം എന്ന ആവശ്യത്തിനോടൊപ്പം നിൽക്കാൻ, വാ തുറന്നൊന്ന് സംസാരിക്കാൻ, ഈ ആവശ്യത്തിനോടൊപ്പം നിലയുറപ്പിച്ച് കേരള നിയമസഭയ്ക്കകത്ത് ഒന്ന് സംസാരിക്കാൻ ഈ ഉദമയെ പ്രതിനിധാനം ചെയ്യുന്ന CPM-ന്റെ MLA, കാഞ്ഞങ്ങാടിനെ പ്രതിനിധാനം ചെയ്യുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA, അതുപോലെ തന്നെ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന CPM-ന്റെ MLA തയ്യാറായില്ല എന്നുള്ളത് ഈ ജില്ലയോട് എത്രത്തോളം ക്രൂരമായിട്ടുള്ള മനോഭാവമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈക്കൊള്ളുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചകമാണ്. അവരെല്ലാവരും പിണറായി വിജയനെ പിന്തുണയ്ക്കുകയാണ്. അവരെല്ലാവരും മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസിനെ പിന്തുണയ്ക്കുകയാണ്. കാരണം രണ്ടുപേരും ആവശ്യപ്പെടുന്നത് കോഴിക്കോട് ജില്ലയിൽ ഈ ആശുപത്രി വരണം എന്നാണ്. പക്ഷേ നമ്മൾ കോഴിക്കോട്ട് എയിംസ് വരുന്നതിനെതിരല്ല. പക്ഷേ കോഴിക്കോട് നിലയുറപ്പിച്ചിട്ടുള്ള എത്രയോ മഹത്തായിട്ടുള്ള ആരോഗ്യ പരിപാലന രംഗത്തെ സ്ഥാപനങ്ങളുണ്ട്. ഏറ്റവും വലിയ ക്യാൻസർ ആശുപത്രി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നായകനായിട്ടുള്ള MBR-ന്റെ പേരിൽ നിലനിൽക്കുന്നത് കോഴിക്കോട്ടാണ്. ഏറ്റവും സമ്മോഹനമായിട്ടുള്ള മെഡിക്കൽ കോളേജ്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഈ കോഴിക്കോട്ടാണ്. സ്വകാര്യ മേഖലയിലെ നിരവധിയായിട്ടുള്ള ആശുപത്രികൾ, ബേബി മെമ്മോറിയൽ ആശുപത്രിയായാലും എയിംസ് ആയാലും ആസ്റ്റർ ഉൾപ്പെടെയുള്ള ആശുപത്രികളായാലും ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്ടാണ്. ഇത്രയും ആശുപത്രികൾ, ഇത്രയും മെഡിക്കൽ കോളേജുകൾ, ഇത്രയും ആതുര ശുശ്രൂഷ രംഗത്തെ നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങൾ നിലനിൽക്കുന്ന കോഴിക്കോടിന് പകരം അത് കാസർഗോഡ് വേണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ, അത് വേണം എന്ന് കാസർഗോഡ് ജില്ല ആവശ്യപ്പെട്ടാൽ അതിനെതിരെ നിലയുറപ്പിക്കാൻ CPM-നല്ലാതെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഈ കേരളത്തിന്റെ മണ്ണിൽ സാധിക്കില്ല. പക്ഷേ അങ്ങനെ ഒരു പ്രാദേശികവാദം സ്വാഭാവികമായും എല്ലാ ജില്ലകളിൽ നിന്നും ഉയർന്നു വരുമ്പോഴും തന്റെ ജില്ലയ്ക്ക് ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടാകണം, തന്റെ ജില്ലയ്ക്ക് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ആതുര ശുശ്രൂഷ കേന്ദ്രം ഉണ്ടാകണം എന്ന കാസർഗോഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യത്തിന്റെ മുമ്പിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ CPM-നെതിരെയുള്ള വലിയ പോരാട്ടത്തിന്റെ കുന്തമുനയായി ഈ പുതുയുഗ യാത്ര മാറുക തന്നെ ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ? ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്തു. എന്താ തീരുമാനം? മെഡിക്കൽ കോളേജുകൾ ഇല്ലാത്ത കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കണം. അങ്ങനെ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്
കാസർഗോഡ് ഊക്കിനടുക്കയിൽ ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത്. ഇന്നെന്താ സ്ഥിതി? എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഏതെങ്കിലും UDF-ന്റെ പ്രവർത്തകൻ എപ്പോഴെങ്കിലും നിങ്ങളുടെ ചികിത്സ തേടി ഈ ഊക്കിനടുക്കയിലെ മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഊക്കിനടുക്കയിലെ മെഡിക്കൽ കോളേജിലേക്ക് പോയാൽ നമുക്ക് അങ്ങനെ ഒരു ചികിത്സ നൽകാൻ കഴിയുന്ന സാഹചര്യം ആ ഊക്കിനടുക്ക മെഡിക്കൽ കോളേജിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും കേരളത്തിലെ വിശിഷ്യ കാസർഗോഡ് ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്, ഇവിടെ വാണരുളുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA-മാർക്കെങ്കിലും ഉണ്ടാകണം. വെറും OP ടിക്കറ്റുകൾ വിതരണം ചെയ്ത് OP അടിസ്ഥാനത്തിൽ വരുന്ന രോഗികളെ ചികിത്സിച്ച് വിദഗ്ധ ചികിത്സയ്ക്കായി മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രികളിലേക്ക് ആളുകളെ പറഞ്ഞയക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ രംഗത്തെ ഏജന്റുമാരായി ഈ മെഡിക്കൽ കോളേജ് മാറി എന്നുള്ളത് വേദനയോടെയല്ലാതെ നമുക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ആയിരക്കണക്കിന് ആളുകൾ 200ഓളം ബ്ലോഗർമാരുടെ നേതൃത്വത്തിൽ അവിടെ വലിയൊരു സമരം നടത്തി. ആ സമരം നടത്തിയപ്പോഴാണ് അതിന്റെ അകത്തലങ്ങളിലെ ഉൾക്കാഴ്ച കാണേണ്ടി നമുക്ക് വന്നത്. ഏറ്റവും വലിയൊരു പ്രേതാലയമായി പ്രവർത്തനരഹിതമായി നിൽക്കുന്ന, വർഷങ്ങളായി പ്രവർത്തനരഹിതമായി നിൽക്കുന്ന, പണി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ലാത്ത, ഒരു പെയിന്റ് പോലും ചുമരിൽ അടിച്ചു വെക്കാൻ കഴിയാത്ത പ്രേതാലയമായി ഈ ഊക്കിനടുക്കയിലെ മെഡിക്കൽ കോളേജ് മാറി. ആ ഊക്കിനടുക്ക മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയ നിരവധി വിദ്യാർത്ഥികൾ, മെഡിക്കൽ രംഗത്ത് അഡ്മിഷൻ നേടിയ നിരവധി വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ലബോറട്ടറി, പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം, അതൊന്നുമില്ലാതെ വിദ്യാർത്ഥികൾ ഉടലുകയാണ്. നമ്മൾ ആലോചിക്കണം, ലോകത്തിന്റെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സമ്പ്രദായം സമ്മാനിച്ച കേരളം, കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിദഗ്ധന്മാർ ലോകത്തെ ആകെ കയ്യിലെടുത്ത് അമ്മാനമാടുന്ന ഒരു സംസ്ഥാനം കേരളം. ലോകം മുഴുവൻ സംഭാവന ചെയ്ത മാലാഖമാരായി പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് നഴ്സുമാർക്ക് ജന്മം നൽകിയ കേരളം. ആ കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ വിദ്യാർത്ഥികൾ പോകുമ്പോ അവർക്ക് പഠിക്കാൻ സൗകര്യമില്ലാതെ അവരെല്ലാവരും താലൂക്ക് ആശുപത്രിയിൽ വന്ന് അവരുടെ പഠനം പൂർത്തിയാക്കേണ്ട ഗതികേടിന്റെ പേരാണ് ഊക്കിനടുക്കയിലെ മെഡിക്കൽ കോളേജ് എങ്കിൽ ആ മെഡിക്കൽ കോളേജിനെ ഇങ്ങനെ ഏറ്റവും തരം താഴ്ന്ന രീതിയിലേക്ക് മാറ്റാൻ നായകത്വം നൽകിയ, അതിന് പിന്നിൽ പ്രവർത്തിച്ച, അതിനുവേണ്ടി നിരന്തരമായി പ്രവർത്തിച്ച കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശവക്കുഴി തോണ്ടുന്ന ജാഥയായിരിക്കും ശ്രീ VD സതീശൻ നയിക്കുന്ന ഈ പുതുയുഗയാത്ര എന്ന് പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. പ്രിയങ്കരിയായ ഷാനിമോൾ, ഉസ്മാൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ വേദിയിലേക്ക് വരുന്നു. അവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കാസർഗോഡ് ജില്ല അനുഭവിക്കുന്ന നിരവധി വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ഇന്ന് ശ്രീ VD സതീശനുമായി കാസർഗോഡ് ജില്ലയിലെ ആളുകൾ സംസാരിച്ചു. ടൂറിസം രംഗത്ത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ടൂറിസത്തിന്റെ പറുദീസയാണ് ഈ കാസർഗോഡ്. എന്തേ ആ രംഗത്ത് വികസനങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു? നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ബേക്കൽ ഫോർട്ട്, ആ ബേക്കൽ ഫോർട്ടിന്റെ അവസ്ഥ എന്താ? ബേക്കൽ ഫോർട്ടുമായി ബന്ധപ്പെട്ട് നിരവധി 5 സ്റ്റാർ ഹോട്ടലുകൾ ഈ ഉദുമയിലേക്ക് വന്നു. ലളിത് ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പിന്റെ 5 സ്റ്റാർ ഹോസ്പിറ്റൽ, താജിന്റെ 5 സ്റ്റാർ ഹോട്ടൽ, ഈ ഹോട്ടലുകളൊക്കെ ഇവിടേക്ക് വരുമ്പോ ഈ ഹോട്ടലുകളെല്ലാം വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള എഗ്രിമെന്റ്, ആ എഗ്രിമെന്റ് ഇത്തരം ഹോട്ടലുകളുമായി ഉണ്ടാക്കിയത് പിണറായി വിജയന്റെ സർക്കാരല്ല. ഇവരുമായെല്ലാം എഗ്രിമെന്റ് ഉണ്ടാക്കി ഈ ബേക്കലിന്റെ മണ്ണിലേക്ക് ഇവരെയെല്ലാം കൊണ്ടുവരാൻ അതിശക്തമായ പോരാട്ടം നടത്തിയത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണി സർക്കാരാണ് എന്ന അഭിമാനത്തോടുകൂടി പറയാൻ നമുക്ക് സാധിക്കും. ഇന്ന് ആ ബേക്കലിൽ അതിനുശേഷം വികസനമില്ല. ബേക്കലിന് ഒരു MD ഉണ്ട്. എത്ര ദിവസമാണ് അദ്ദേഹം ബേക്കലിലേക്ക് വരുന്നത്? എത്ര ദിവസം അദ്ദേഹം ഈ BRDC-യുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നു എന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അഴിമതിയുടെ കൂത്തരങ്ങും മാത്രമായി ഈ ബേക്കൽ മാറിയില്ലേ? ഉദുമ നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന MLA, ഇവിടുത്തെ സാധാരണക്കാരന്റെ വിഷയങ്ങൾ പരിഹരിക്കാൻ ഉത്തരവാദപ്പെട്ട ഒരു MLA
ഈ ഉദുമ നിയോജക മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നായകത്വം നൽകേണ്ട ഒരു MLA കലാമാമാങ്കം നടത്തി കോടികൾ ഉണ്ടാക്കുന്ന ആഭാസകരമായ പ്രവർത്തനത്തിലേക്ക് മാറി. ബേക്കൽ ഫെസ്റ്റ് എന്ന പേരിൽ ഈ മണ്ണിൽ ഒരു ഫെസ്റ്റിവൽ നടത്തുമ്പോ ആ ഫെസ്റ്റിവൽ എന്തിനാണ് നടത്തുന്നത്? CH കുഞ്ഞമ്മുവിന്റെ വൈവാഹിക വാർഷികത്തിന്റെ കേക്ക് മുറിക്കുന്ന വേദിയാക്കി മാറ്റി. ഒരു മഹത്തായ ഉത്സവം, ആ ഉത്സവത്തിന്റെ മറവിൽ നടക്കുന്നത് എന്താ? MLAയുടെ കേക്ക് മുറിയാണോ അവിടെ നടക്കേണ്ടത്? കൃപേഷിനെയും ശരത്ലാലിനെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി, ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന, അവിടുത്തെ പ്രസിഡന്റായിരുന്ന ആളുകളെ പോലും ആ വേദിയിലേക്ക് കൊണ്ടുവന്നവരെ ആദരിക്കുന്ന രീതിയിലേക്ക് ഈ നാടിന്റെ മുമ്പിൽ, അവരുടെ മുമ്പിൽ കൊഞ്ഞനം കുത്തുന്ന സമീപനം ഉദുമ നിയോജക മണ്ഡലത്തിൽ ഉണ്ടാക്കിയില്ലേ? അതിനു പകരം എന്ത് വികസന പ്രവർത്തനമാണ് ഉണ്ടാക്കിയത്? ഞാൻ വരുന്ന പെരിയ, ആ പെരിയയിൽ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ച പദ്ധതിയാണ് പെരിയ എയർ സ്ട്രിപ്പ് എന്ന് പറയുന്നത്, ചെറുകിട വിമാനത്താവളം. ആ വിമാനത്താവളം ഉണ്ടാക്കാൻ, അതിന്റെ സർവേ നടത്താൻ, അതിന്റെ ഫീസിബിലിറ്റി സർവേ നടത്താൻ അവിടെ നമ്മൾ 10 കോടി രൂപ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ നമ്മൾ നീക്കിവെച്ചു. ആ 10 കോടി നീക്കിവെച്ചു എന്ന് മാത്രമല്ല, അവിടെ 80 ഏക്കറിലധികം സ്ഥലം ഇടതുപക്ഷ ഐക്യജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിൽ നമ്മൾ എടുത്തുവെച്ചു. പക്ഷേ ആ എയർ സ്ട്രിപ്പിന് അതിനുശേഷം ഒരു പഠനം നടത്താൻ, ആ എയർ സ്ട്രിപ്പിന്റെ മേഖലയിൽ ഒരു കല്ലുവാകാൻ, ആ പദ്ധതി ഒന്ന് ഈ നാടിന്റെ വികസനത്തിന്റെ ആകാശം നീലിമഴയിൽ ആയിരക്കണക്കിന് ആളുകൾ പറന്നിറങ്ങുകയും പറന്നു പൊങ്ങുകയും ചെയ്യുന്ന ചെറുവിമാനങ്ങൾ കടന്നുവരാൻ ആഗ്രഹിച്ച ആ പദ്ധതി നടപ്പിലാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചില്ല. കാസർഗോഡ് ജില്ലയുടെ പ്രത്യേകത എന്താ? 25,000-ലധികം ഏക്കർ സ്ഥലം റവന്യൂ ഭൂമിയായി നിൽക്കുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ്. പ്രൊഫസർ ഖാദർ മാങ്ങാടി വേദിയിലുണ്ട്. എയിംസിന് വേണ്ടിയുള്ള സമരത്തിന്റെ നായകനാണ് അദ്ദേഹം. അദ്ദേഹം എന്നോട് പറഞ്ഞു, 25,000 ഏക്കർ സ്ഥലം ഈ കാസർഗോഡിന്റെ മണ്ണിൽ റവന്യൂ ഭൂമിയായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സർക്കാർ മേഖലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന മണ്ണാണ് ഈ കാസർഗോഡ്. എന്നിട്ടും ഒരു ചെറിയ പദ്ധതി, ഒരു ചെറിയ പ്രോജക്ട്, ഒരു വ്യവസായശാല അത് ഈ കാസർഗോഡിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. ഏറ്റവും സുന്ദരമായ നദികൾ ഒഴുകുന്ന 12 നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ്. നദിയോര വികസനം, നദിയോര ടൂറിസം, നദിയോര പദ്ധതികൾ നിരവധിയായി കൊണ്ടുവരാൻ കഴിയുന്ന മണ്ണിന്റെ പേര് കാസർഗോഡ്. ആ കാസർഗോഡിന്റെ നദികളെ ഉപയോഗിക്കാൻ, നദികളുമായി ബന്ധപ്പെട്ട പദ്ധതികൾ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. ഇവിടെ തെക്ക് നിന്നുള്ള നേതാക്കന്മാരെല്ലാം ഇവിടെ ഇരിക്കുന്നു. ശ്രീ സക്കീർ ഹുസൈൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ. ഏറ്റവും വലിയ പിൽഗ്രിം ടൂറിസത്തിന്റെ കേന്ദ്രമാണ് കാസർഗോഡ്. തെയ്യങ്ങൾ ഉറഞ്ഞാടുന്ന ജില്ല, കോൽക്കളിയുടെ ജില്ല, ദഫ്മുട്ടിന്റെ ജില്ല, അറബിത്തൊപ്പികളുടെ ജില്ല, നിരവധിയായിട്ടുള്ള ക്ഷേത്രങ്ങൾ, ആരാധനാ കേന്ദ്രങ്ങൾ, അവയെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ കാസർഗോഡിന്റെ മണ്ണിൽ പിൽഗ്രിം ടൂറിസം രംഗത്ത് എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം കൊണ്ടുവരാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചില്ല എന്ന വേദനയുടെ മുമ്പിലാണ് ഈ പുതിയ യാത്ര ഈ ഉദുമയുടെ മണ്ണിനെ സ്പർശിക്കാൻ ഇവിടെ എത്തിച്ചേരുന്നത്. നമുക്ക് രാഷ്ട്രീയമുണ്ട്. ഉദുമ ഒട്ടുമിക്ക വർഷങ്ങളിലും ചുവന്നു നിൽക്കുന്ന ഒരു മണ്ണാണ്. പക്ഷേ ആ ഉദുമയിൽ ചരിത്രം മാറ്റിക്കുറിച്ച എത്രയോ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശ്രീ NK ബാലകൃഷ്ണൻ ജയിച്ച മണ്ണാണ് ഈ ഉദുമയുടെ മണ്ണ്. ശ്രീ കുഞ്ഞിരാമൻ നമ്പ്യാർ ജയിച്ച മണ്ണാണ് ഈ ഉദുമയുടെ മണ്ണ്. യശശരീരനായ ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിന്നും വിട്ടുപോയ ശ്രീ KP കുഞ്ഞിക്കണ്ണൻ വിജയിച്ചു വന്ന മണ്ണാണ്. ശ്രീ KP കുഞ്ഞിക്കണ്ണനെ പോലുള്ള ആളുകൾ വിജയിച്ച മണ്ണാണ് ഈ ഉദുമയുടെ മണ്ണ്. ഈ പുതുയുഗ യാത്ര ഉദുമയുടെ മണ്ണ് സ്പർശിച്ച് തിരിച്ചു പോകുമ്പോ നമുക്കൊരു പ്രതിജ്ഞയെടുക്കാൻ സാധിക്കണം. CPM-കാരന്റെ കള്ളവോട്ടിനെ പ്രതിരോധിച്ച്
CPM-കാരന്റെ തെറ്റായ പ്രചരണങ്ങളെ പ്രതിരോധിച്ച്, CPM-കാരന്റെ അപകടകരമായ രാഷ്ട്രീയ മണ്ഡലത്തെ പ്രതിരോധിച്ച് ഈ ഉദുമയുടെ ചുവപ്പിന്റെ മണ്ണിനെ മാറ്റി ഐക്യജനാധിപത്യ മുന്നണിയുടെ കരങ്ങളിലേക്ക് ഈ മണ്ണിനെ മെയ് മാസത്തിൽ കൊണ്ടുവരാനുള്ള, ഏപ്രിൽ മാസത്തിൽ കൊണ്ടുവരാനുള്ള അതിശക്തമായ പോരാട്ടത്തിന് നായകത്വം നൽകും എന്ന പ്രതിജ്ഞയെടുത്ത് പിരിയേണ്ട ഒരു ദിവസം കൂടിയാണ് ഈ ദിവസം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട നേതാക്കൾ നിരവധിയായിട്ട് വേദിയിലുണ്ട്. ഇനിയും ഒട്ടേറെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ ഈ വേദിയിലേക്ക് കടന്നു വരാൻ വേണ്ടി പോവുകയാണ്. വിശ്വാസത്തെ സംരക്ഷിക്കുന്ന ഒരു സർക്കാർ നമുക്കിവിടെ ഉണ്ടാകണം. അമ്പലങ്ങളിൽ നിന്ന് സ്വർണം മോഷ്ടിച്ച് വിശ്വാസി സമൂഹത്തിനെതിരെ കൊഞ്ഞനം കുത്തി അതിലെ പ്രതികളെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരുന്നവരുടെ സർക്കാരിനെതിരെ പ്രതിരോധം തീർക്കാൻ നമുക്ക് സാധിക്കണം. ഹിന്ദുവിനെയും മുസൽമാനെയും വിഭജിച്ചു നിർത്തി ആ രണ്ടു മതങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിന്റെ ഭൂമികയായി തെക്കേ ഇന്ത്യൻ നഗരങ്ങളെ പോലെ, തെക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളെ പോലെ ഈ കേരളത്തെ മാറ്റാൻ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന CPM-ന്റെ പ്രതിലോമ രാഷ്ട്രീയ ശൈലിയെ, അപകടകരമായ ആ ശൈലിയെ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ നമുക്ക് കഴിയണം. അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒറ്റ വാക്കുകൂടി എന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ മുമ്പിൽ ഞങ്ങൾ പറയുകയാണ്. ഹിന്ദുവിനെ മാറ്റിയ മുസൽമാനെ മാറ്റിയ ഒരു ഹിന്ദുവിനെ ഈ കാസർഗോഡിന്റെ മണ്ണിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. പല ആളുകളും നമ്മളോട് പറയാറുണ്ട്, ഏറ്റവും വലിയ വർഗീയ കലാപം നടക്കുന്ന മണ്ണാണ് കാസർഗോഡ്. എവിടെയാണ് വർഗീയ കലാപം ഈ കാസർഗോഡിന്റെ മണ്ണിൽ ഉണ്ടായിട്ടുള്ളത്? ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ, സമ്പ്രദായങ്ങളിൽ ഒരുമിച്ച് പോരാട്ടം നടത്തിയ പാരമ്പര്യമുള്ള മണ്ണാണ് ഈ കാസർഗോഡിന്റെ മണ്ണ്. പ്രിയപ്പെട്ട ഷാനിമോൾ ഉസ്മാൻജി, ഈ കാസർഗോഡിന്റെ ചരിത്രമറിയോ? ഇവിടെ ഹിന്ദുവിന്റെ ഒരു ആചാരം നടക്കുമ്പോ, ഹിന്ദുവിന്റെ ഒരു അനുഷ്ഠാനം നടക്കുമ്പോ അതിന് പിന്തുണ നൽകുന്ന മുസൽമാനെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഒരു മുസൽമാന്റെ ചടങ്ങ് നടക്കുമ്പോ ആ മുസൽമാന്റെ പള്ളികളിൽ നിങ്ങൾക്ക് ഹിന്ദുവിന്റെ സാന്നിധ്യം കാണാൻ കഴിയും. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ശരത്ലാലും കൃപേഷും കൊല്ലപ്പെട്ട കല്യോട്ടിന്റെ മണ്ണ്, ആ കല്യോട്ടിന്റെ മണ്ണിൽ 717 സംവത്സരങ്ങൾക്ക് ശേഷം കല്യോട്ട് ഭഗവതിയുടെ ചിലമ്പലക്കം ഉണ്ടായപ്പോ ആ ഭഗവതിയുടെ ആദ്യ ചിലമ്പലക്കം, ആദ്യ ചുവട് വെക്കുന്നതിന് മുൻപ് ആ ഉത്സവത്തിന്റെ പറമ്പിൽ നിന്ന് ആ നാട്ടിലെ, ആ ഗ്രാമത്തിലെ ഒരു മുസൽമാൻ അവന്റെ നിറത്തോക്കിൽ നിന്ന് നിറയൊഴിക്കണം. മുസൽമാൻ നിറയൊഴിച്ചാൽ മുസൽമാന്റെ നിറത്തോക്കിൽ നിന്ന് ആദ്യ വെടിയുണ്ട അന്തരീക്ഷത്തിലേക്ക് പാഞ്ഞു പോകുമ്പോ കല്യോട്ട് ഭഗവതിയുടെ ചിലമ്പനക്കമുണ്ടാകും ശരത്ലാലിന്റെയും കൃപേഷിന്റെയും മണ്ണിൽ. ഞങ്ങളുടെ പ്രിയപ്പെട്ട കുലദേവതയുണ്ട് ശ്രീ വയനാട്ടുകുലവൻ. എത്രയോ സംവത്സരങ്ങൾക്ക് ശേഷമാണ് ഒരു വയനാട്ടുകുലവൻ ദൈവം കെട്ട് മഹോത്സവം നടക്കാറുള്ളത്. ആ വയനാട്ടുകുലവൻ ദൈവം കെട്ട് മഹോത്സവം നടക്കുമ്പോ അരങ്ങിലേക്ക് തെയ്യം വന്നാൽ ആ തെയ്യം ആദ്യം അന്വേഷിക്കുന്ന ഒരു പേരുണ്ട്, മാടായി നഗര്. നാളെ BRM ഷഫീർ എന്റെ നാട്ടിൽ വയനാട്ടുകുലവൻ ദൈവം കെട്ട് കാണാൻ വന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് വന്ന BRM ഷഫീറിനെ അറിയില്ല എങ്കിലും മാടായി നഗരെ എന്ന് വിളിക്കുമ്പോ ആ ദൈവത്തിന്റെ മുമ്പിലേക്ക് പാഞ്ഞു പോകാനുള്ള ആത്മബന്ധത്തിന്റെ അടയാളങ്ങൾ ഹൃദയരക്തത്തിൽ സൂക്ഷിച്ചു വെക്കുന്ന നാടിന്റെ പേരാണ് ഈ കാസർഗോഡ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മുച്ചിലോട്ട് ഭഗവതി വാണിയ സമുദായത്തിന്റെ പരദേവതയാണ്. ആ മുച്ചിലോട്ട് ഭഗവതി തിരുവരങ്ങിലേക്ക് വരും. എന്നിട്ട് കണ്ണാടി പോലെ അവിടുത്തെ കിണറിലേക്ക് നോക്കും. എന്നിട്ട് മുടിവേരും. ആ കളിയാട്ടം നടക്കണമെങ്കിൽ ആ ഗ്രാമത്തിലെ ഒരു മുസൽമാൻ ഒരു കുടം ഉപ്പും ഒരു കുടവും ഒരു കയറും ആ ഉത്സവത്തിന് കൊണ്ടുകൊടുക്കണം. അങ്ങനെ കൊണ്ടുകൊടുക്കാൻ ഒരു മുസൽമാനില്ലാത്ത ദിവസം മുച്ചിലോട്ട് ഭഗവതിയുടെ പെരുങ്കളിയാട്ടം ഈ കാസർഗോഡിന്റെ മണ്ണിൽ നടക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ആ മുസൽമാൻ വരേണ്ട കാസർഗോഡിന്റെ മണ്ണിലേക്ക്, ആ മുസൽമാൻ വരേണ്ട കാസർഗോഡിലെ ക്ഷേത്രങ്ങളിലേക്ക്, ആ മുസൽമാൻ വരേണ്ട അനുഷ്ഠാന ചടങ്ങുകളിലേക്ക് 1000 നരേന്ദ്രമോദിമാരും 1000 അമിത്ഷാമാരും 1000 പിണറായി വിജയന്മാര് വന്നാലും ഈ കാസർഗോഡിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ നടക്കില്ല
എന്ന സത്യം എന്റെ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കളെ അറിയിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഈ പുതുയുഗ യാത്ര ഈ മണ്ണിന്റെ ഗന്ധത്തിൽ നിന്ന് ഊർന്നെടുക്കുന്ന ഇത്തരം ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പാരമ്പര്യം ഹൃദയത്തിൽ ആവാഹിച്ചു തിരുവനന്തപുരത്തെത്തും. മുസൽമാനെ ഹിന്ദുവിൽ നിന്ന് വേർതിരിക്കാൻ, ഹിന്ദുവിനെ മുസൽമാനിൽ നിന്ന് വേർതിരിക്കാൻ, ക്രൈസ്തവനെ ഹിന്ദുവിൽ നിന്ന് വേർതിരിക്കാൻ ഈ നാട്ടിലെ ഏത് പിണറായി വിജയനും ഏത് രാജീവ് ചന്ദ്രശേഖരനും സാധിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ യാത്ര തിരുവനന്തപുരത്തെത്തുമ്പോൾ ഈ നാടിളകും, ഈ നാടിന്റെ മണ്ണിളകും, ഈ നാടിന്റെ മനസ്സിളകും. ആ മണ്ണും മനസ്സും ഇളക്കിവിടാൻ നടത്തുന്ന ഈ മഹത്തായ തീർത്ഥാടന യാത്രയ്ക്ക്, ഈ രാഷ്ട്രീയ തീർത്ഥാടന യാത്രയ്ക്ക് ഉദമയുടെ ഹൃദയത്തിൽ നിന്ന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് യു.